മറിയക്കുട്ടിയെ കാലത്ത് തന്നെ തുടങ്ങിയല്ലോ ഈ വേപ്പൂത്ത്. പള്ളിയില്ല, പട്ടക്കാരുമില്ല, ഈ എന്റെ വ്രതം കളി. അതിന് ഇപ്പൊക്കെ റിയാലിറ്റി ഷോ അല്ലേ എന്റെ ഈശോ മറിയോസേപ്പേ. ഇത്രയും പെരുത്ത് വഴി പള്ളിയിൽ പോയി നടന്നു വന്നിട്ട് ഒരു ഗ്ലാസ് ചായ വെള്ളം എപ്പോഴാവോ കിട്ടാൻ? കുഞ്ഞു മക്കളിങ്ങോട്ട് വന്ന് പണ്ടൊക്കെ പാട്ടിന് എന്ത് താളായിരുന്നു. ഇപ്പൊ അമ്മാവിന് പണ്ട് അമ്മാവൻ എന്ത് മാത്രം ചവിട്ട് നാടകം കളിച്ചിട്ടുള്ളതാ. എന്താ അതിന്റെ ഒരു സ്റ്റൈല്? അതോ ഈശോയുടെ കാലത്ത് നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ വീരപരാക്രമങ്ങളെ കുറിച്ച് പാട്ടും ആട്ടവും ചവിട്ടുനാടകം. രാജാവും കടന്മാരും ഓർക്കുമ്പോ തന്നെ അപ്പാപ്പിന് കുളിര് പോരണം. അടി കളിക്ക്. അയ്യേ, എനിക്കതൊന്നും ഇഷ്ടമല്ല. അമ്മാമ്മയുടെ കല്യാണത്തിന്റെ തലേന്നില്ലേ മധുരം വെങ്ങിനന്ന് ആ തെക്കേലെ എലിക്കുട്ടിയും ആ കത്രീനയും വടക്കേലെ ഫിലോമിനിയും കിഴക്കേലെ ഓമനും ഷീലയും കൂടി ഒരു മാർഗം കളി കളിച്ചു. അതല്ല മക്കളെ, പണ്ട് കേരളത്തിലെ തോമാസ് ലീഗ വന്നിറങ്ങിയ കാരണാണ് നമ്മുടെ ഈ കേരളത്തില് കത്തോലിക്ക സഭ ഉണ്ടായത്. അതിന്റെ ചരിത്രമാണ് ഈ മാർഗംകളിയിൽ ഇങ്ങനെ ആടി ആടി കളിക്കണേ. എന്തോ ഒരു ശേല മാർഗംകളി. ആ മാമമാര് മേക്കാമോതിരവും ആ പൂക്കലഞ്ഞേറിയിട്ട ആട്ടി ആട്ടി ഒരു കളിയേ.
മറിയക്കുട്ടിയെ, ഇന്നത്തെ ലോകം നമ്മൾ ജീവിച്ച പോലെ ഒന്നും അല്ലടി. ഈ ധാർമ്മികതയ്ക്കും വിശുദ്ധിക്കും ഒരു സ്ഥാനമില്ലാണ്ടായി. അതന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ മരുമോള് നടക്കണ നടപ്പ് ആ സീരിയലില് ആ മറ്റേ പെണ്ണ് നടക്കണ പോലെ തന്നെ. എവിടെ ചെന്ന് അവസാനിക്കും എന്റെ കർത്താവേ? നമ്മൾ എന്താ ചെയ്യാടി? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പേരക്കുട്ടികളെങ്കിലും കൊണ്ടുവന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പൊന്നു മക്കൾ ഇങ്ങോട്ട് വന്നേ. പൊന്നൂസിനറിയോ, ഈശോയെ പോലെ നല്ല മക്കളായി നടന്ന നമുക്ക് സ്വർഗത്തിലെത്താം. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? പപ്പയും അമ്മയും പറയുന്നതൊക്കെ അനുസരിക്കാം, നല്ലപോലെ പ്രാർത്ഥിക്കാം, എല്ലാ ദിവസവും പള്ളിയിൽ പോവാം, TV ഒക്കെ കാണുമ്പോഴേ നല്ലത് മാത്രം കാണാം. നോക്കിയേ, എന്തോരു നല്ല അച്ഛനെയാ നമുക്ക് കർത്താവ് കൊണ്ട് തന്നേക്കണേ. അച്ഛൻ പറയണത് നന്നായി അനുസരിക്കാം. അച്ഛൻ പറയുന്നത് അനുസരിച്ചാൽ